നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, മീനാക്ഷിയുടെ കൈക്ക് എന്ത് പറ്റി? അത് ഗുണ്ടാ ആക്രമണം. ഗുണ്ടാ ആക്രമണം? സത്യമാ പറഞ്ഞത്. മീനാക്ഷി കൂടെ ഉണ്ടായതുകൊണ്ട് രാജലക്ഷ്മി രക്ഷപ്പെട്ടു. രാജലക്ഷ്മിക്ക് നേരെയായിരുന്നു ആക്രമണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നെന്ന് എന്റെ കൊച്ചുമകള് മീനാക്ഷി സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോ അവള് കൂടെ വന്നു. മാത്രമല്ല, കാർത്തിയെ വിളിച്ച് വിവരവും ധരിപ്പിച്ചു. കൃത്യസമയത്ത് കാർത്തി എത്തി. എന്നെ ഒരുത്തം വെട്ടാൻ വാളോങ്ങി. ആ വാളില് കയറി പിടിച്ചിട്ടാ മീനാക്ഷിയുടെ കൈ മുറിഞ്ഞത്. ഞങ്ങള് ഔട്ട് ഹൗസിലേക്ക് പൊക്കോട്ടെ മുത്തശ്ശി, ഒന്ന് കിടക്കണം. അങ്ങനെ പോകുന്നത് ശരിയാണോ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇനിയും കൊച്ചുമകളുടെ പ്രൊട്ടക്ഷൻ വേണ്ടേ? ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? മാലതി, അമ്മേ, ആരതി കൊണ്ടുവരൂ. ആരതിയോ? അതെന്തിനാ? നിന്റെ അച്ഛമ്മയാ ഞാൻ, അച്ഛച്ചൻ കൈമളേട്ടനും. പക്ഷേ മുത്തശ്ശിന്നും മുത്തശ്ശാന്നും വിളിച്ചതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞങ്ങളുടെ പേരക്കുട്ടിയാ മീനാക്ഷി. മുത്തച്ഛന്റെ നക്ഷത്രക്കുട്ടി. നക്ഷത്രക്കുട്ടൻ താ നിൽക്കുന്നു. ദേ, മുത്തശ്ശി ഇങ്ങനെ ചില കുറുമ്പൊക്കെ കാണിക്കും. അത് മുത്തശ്ശിയുടെ സ്വഭാവം മാത്രമല്ല, ശീലം കൂടിയാ. ഞങ്ങളുടെ പേരക്കുട്ടി താമസിക്കേണ്ടത് ഞങ്ങളോടൊപ്പം ചെമ്പകമംഗലം തറവാട്ടില. മുത്തശ്ശി, പൊന്നുമോളെ, ഇപ്പോഴാണ് അമ്മ ഒരു അമ്മയായത്. ചെമ്പകമംഗലത്തിന് സിംബോളിക് നാടകം. ചിലപ്പോ അടിച്ച് പുറത്താക്കുന്നു, ചിലപ്പം വിളിച്ച് കയറ്റുന്നു. മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ഇടതും വലതും അങ്ങനെ ഒരാളായി ഞങ്ങളുടെ പുന്നാര മോള്. നന്ദിനി, കയറി വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.